കേരളത്തിന്റെ ഗവർണർ ചുമതല ഒഴിഞ്ഞ ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ സംസ്ഥാനത്ത് നിന്ന് മടങ്ങുകയാണ്. അദ്ദേഹം ഡൽഹിയിലേക്കാണ് പോകുന്നത്. ബീഹാറിന്റെ ചുമതലയാണ് പുതുതായി നൽകിയിട്ടുള്ളത്. അതേസമയം പുതിയ ഗവർണർ അടുത്ത വ്യാഴാഴ്ച കേരളത്തിന്റെ ഗവർണറായി ചുമതല ഏൽക്കുകയും ചെയ്യും. നിരവധി വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട നാളുകൾ ആണ് അവസാനിക്കുന്നത്. അദ്ദേഹം ചർച്ച ചെയ്ത അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ള വിമർശനങ്ങളിൽ ഇനിയും കൃത്യമായ ഒരു തീരുമാനങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞ സാഹചര്യം ആണ് എന്നും സർവകലാശാലകളുടെ നിയന്ത്രണം പാർട്ടിക്കാണ് എന്നതും ഉള്ള വിമർശനങ്ങൾ. വിസിമാരെ നിശ്ചയിക്കുന്നതിൽ അടക്കം കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. സർക്കാർ പക്ഷപാതപരമായി സ്വജനപക്ഷപാതം സർക്കാരിന്റെ മുഖമുദ്രയായി മാറി എന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ഗവർണർ ഉന്നയിച്ചിരുന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ എന്നത് ഭരണപ്രതിസന്ധി പോലും സൃഷ്ടിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഗവർണർ മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. ഡൽഹിയിലേക്കാണ് ഗവർണർ പുറപ്പെടുന്നത്. അതിനുശേഷം ആയിരിക്കും അദ്ദേഹം ബീഹാറിലേക്ക് പോവുക. കഴിഞ്ഞ ഏതാനും നാളുകളായി സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഗവർണർ നൽകുന്ന വിരുന്നുകളിൽ നിന്ന് അടക്കം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടായി. മാത്രവുമല്ല, ഇപ്പോൾ ഗവർണർ സ്ഥാനമൊഴിഞ്ഞു പോകുമ്പോൾ യാത്രയയപ്പ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഒന്നും തന്നെ യാത്രയയപ്പ് ചടങ്ങ് നടത്തിയിരുന്നില്ല. നേരത്തെ ജസ്റ്റിസ് പി സദാശിവം കേരളത്തിന്റെ ഗവർണറായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹൃദ്യമായ യാത്രയയപ്പായിരുന്നു സർക്കാർ നൽകിയത് എങ്കിൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു യാത്രയയപ്പുമില്ല. ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, ഗവർണർ മടങ്ങാൻ തയ്യാറെടുക്കുന്നു. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ്? എവിടേക്കാണ് അദ്ദേഹം പോകുന്നത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, അല്പസമയത്തിനകം രാജ്ഭവനിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനവ്യൂഹം പുറത്തേക്ക് എത്തും. മറ്റൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിന് രാജ്ഭവനിൽ വെച്ച് അവസാന ഗാർഡ് ഓഫ് ഓണർ അകത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ നൽകി കഴിഞ്ഞിരിക്കുന്നു. പുറത്തും ഒരുപക്ഷെ സമാനമായ തരത്തിൽ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകിയേക്കാം. അതിനുശേഷം 12 മണിക്കാണ് പ്രത്യേക ടെർമിനലിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പുറപ്പെടുക. ഇദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പുറത്തേക്ക് എത്തുകയാണ്. ആദ്യ വാഹനം, പൈലറ്റ് വാഹനം ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നു. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, ക്രമസമാധാന ചുമതലയുടെ ADGP മനോജ് എബ്രഹാം, അതോടൊപ്പം മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, സിറ്റി പോലീസ് കമ്മീഷണർ, ജില്ലാ കളക്ടർ അനുകുമാരി, കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ ഉൾപ്പെടെയുള്ളവർ രാജ്ഭവനിൽ അദ്ദേഹത്തെ യാത്രയയക്കാൻ എത്തിയിരുന്നു. അതോടൊപ്പമാണ് മതമേലധ്യക്ഷന്മാർ, ബിലീവേഴ്സ് ചർച്ചിന്റെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ രാവിലെ രാജ്ഭവനിലെത്തി ഗവർണറെ നേരിൽ കണ്ട ആശംസകൾ അറിയിച്ചത്. ഇവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ അതോ അദ്ദേഹം എയർപോർട്ടിൽ വെച്ചായിരിക്കുമോ മാധ്യമങ്ങളെ കാണുന്നത്? ഈ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അല്പസമയത്തിനകം അക്കാര്യത്തിലൊരു ധാരണയുണ്ടാകും. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഗവർണറുടെ വാഹനവ്യൂഹം രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെയോ അല്ലെങ്കിൽ എയർപോർട്ടിലോ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് അറിയുന്നത്. 3ാമത്തെ വാഹനത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത്. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പൈലറ്റ് വാഹനത്തിന്റെ അകമ്പടിയോടെ പുറത്തേക്ക് എത്തുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങുന്നത്. ഇവിടെ അദ്ദേഹം മാധ്യമങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതിനുള്ള സാധ്യത കാണുന്നില്ല. വാഹനവ്യൂഹം വിമാനത്താവളം ലക്ഷ്യമാക്കി പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗവർണർ അദ്ദേഹം എയർപോർട്ടിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എയർപോർട്ടിലെ ടെക്നിക്കൽ ഏരിയയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷമായിരിക്കും മടങ്ങുക എന്ന ആംഗ്യം കാട്ടി അദ്ദേഹം ഇവിടെ നിന്ന് ഗവർണർ എയർപോർട്ടിൽ പ്രതികരിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡാൻ, ഒരുപക്ഷെ എയർപോർട്ടിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുവെങ്കിൽ അദ്ദേഹത്തിന് യാത്രയയപ്പുമായി ബന്ധപ്പെട്ടടക്കം പ്രതികരിക്കാനുണ്ടാകുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ.